ഇതൊക്കെ എന്റെ അമ്മുക്കുട്ടിയുടെ പണിയാ. സുമേഷേ, എടോ സുമേഷേ, ഇതൊന്നും താൻ ചെയ്തല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമൂല്യയുടെ പണിയാണോ ഇത്? ഇത് അമൂല്യ മേഡം ചെയ്തതല്ലേന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ ഞാൻ അതേന്ന് മാത്രമേ പറയൂ. ഇത് നീ ചെയ്യില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ എന്നെ ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തോന്നുക ബോസ്. ഈ ഇടയായിട്ട് തനിക്ക് നോൺസെൻസ് ഇത്തിരി കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ അവൾ എനിക്ക് സർപ്രൈസ് തരാന്ന് പറഞ്ഞിരുന്നു. മേ ബി ഇതായിരിക്കും അല്ലേ? അതേന്ന് തോന്നുന്നു ബോസെ. രാവിലെ എല്ലാരെക്കാളും മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നെ പോലും ക്യാബിനിലേക്ക് കയറ്റാതെ മേഡം ഇവിടെ എന്തൊക്കെയാ ചെയ്യായിരുന്നു. ദിസ് ഈസ് ഫാബുലസ്. എല്ലാ കാര്യങ്ങളും എനിക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവൾ അകത്തേക്ക് അയക്കേ. അകത്തേക്ക് അയക്കാനോ? അപ്പോ നിങ്ങൾ കണ്ടില്ലേ ബോസെ? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായടോ. ഇതൊക്കെ ചെയ്ത് അവളെ അകത്തേക്ക് വിട്. അതല്ല ബോസ്, മേഡം പോകുന്നത് ബോസ് കണ്ടില്ലെന്നാ ചോദിച്ചേ. വാട്ട്? അവള് പോയോ? വെറുതെ കൺഫ്യൂഷൻ ആകല്ലേ ബോസെ. മേഡം പോകുന്ന സമയത്താ ബോസ് വന്നത്. എന്നിട്ടും നിങ്ങൾ കണ്ടില്ലെന്നോ? എവിടേക്കാണോ പോയത്? അവരുടെ വീട്ടിലേക്ക് പോയി. ഓൺ ദ വേ നിങ്ങൾ കണ്ടു കാണുമെന്നാ കരുതിയേ. അത് വന്നപ്പോ തന്നെ എനിക്ക് പറയായിരുന്നില്ലേ? തന്റെ തലയിലൊക്കെ എന്താ ഉള്ളത്? ഇത് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? വേദാന്ത എങ്ങോട്ടാ പോയെ? രാവിലെ തൊട്ട് എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഗൂഗിൾ ആൻറ്റി ആയിരിക്കുക ഞാൻ. നിനക്ക് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞോട്ട് ശീലമില്ലല്ലേ? അല്ല, അവൻ പോകുന്ന കണ്ടിട്ട് എന്തോ അപ്സെറ്റ് ആയ പോലെ ഉണ്ടല്ലോ. നീ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ ആരുടെ ഒന്നും തിന്നില്ല. പക്ഷേ എല്ലാരും കൂടെ ചേർന്ന് എന്റെ ജീവനാ തിന്നുന്നത്. ഇത്രയെല്ലാം തിന്നിട്ടും ഈ ജീവൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കുന്നത് എന്റെ ഭാഗ്യം. നിന്റെ കാര്യം വലിയ കഷ്ടമാണല്ലോ. ശരി, വേദാന്ത എങ്ങോട്ടാ പോയെന്ന് പറയും. എനിക്ക് ബലിയുടെ ആർക്കറിയാം സാർ. അല്ലല്ലോ എവിടെയെങ്കിലും പോകുന്നത് എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നേ? നീ എങ്ങാനും തട്ടിപ്പോയാലേ 4 പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. പോയി ചാവടാ. ഈ കാര്യത്തിലാണ് എനിക്ക് നിങ്ങളോട് പരിഭവമുള്ളത്. ഇതിലിത്ര പരിഭവിക്കാൻ എന്ത് കാര്യമുള്ളത്? നമ്മൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും, അത്ര തന്നെ. എന്താ നിങ്ങൾക്ക് ശരിയായി തോന്നിയേ? നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാ? അഥവാ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ തെറ്റൊന്നും തോന്നിയിട്ടില്ലേ? 4 പെൺകുട്ടികളുള്ള വീടാണ് ചേട്ടാ ഇത്. ഓരോ ദിവസവും പേടിച്ച് ജീവിക്കേണ്ടതാണ്. ശാസ്ത്രവും സമ്പ്രദായവും ഒക്കെ എത്ര ശീലിച്ച് ജീവിക്കണം നിങ്ങള്? 4 പെൺകുട്ടികളുള്ളത് വലിയൊരു തെറ്റായിട്ടാണല്ലോ രാധ നീ പറഞ്ഞു വരുന്നത്. എല്ലാവരെയും പേടിച്ച് എല്ലാത്തിനും ഒതുങ്ങി തലകുനിച്ച് കിടക്കാൻ എന്റെ മക്കൾ എനിക്ക് ശാപമൊന്നും അല്ല രാധേ. അവരെല്ലാവരും ദൈവം തന്നതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഗ്രഹം തന്നെയാ. നിങ്ങളുടെ മുടന്തന്യായത്തിന് ഒരു കുറവുമില്ലല്ലോ. എന്തിനാ നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ മറ്റൊരാളുടെ പുറത്ത് ചുമത്തുന്നത്? ഞാൻ അതിനിപ്പോ എന്താ ചെയ്ത രാധേ? നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമില്ലേ? പക്ഷെ നിങ്ങൾ അവളെ കെട്ടിവെച്ചിരിക്കുകയല്ലേ. ഇതൊന്നും ചെയ്യാൻ നിങ്ങൾ അവളെ അനുവദിക്കുന്നില്ല. ഇതേപോലെ അവരെന്നെ വീട്ടിൽ വെച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ ഒരിക്കലും ഇനി ഇവരുടെ വീട്ടിൽ പോവില്ല. രാധേ, ദയവ് ചെയ്ത് നീ ഒരിക്കലും എന്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും ചെറിയ കാര്യങ്ങൾ വലുതാക്കരുത്. നീ പറയുന്നത് കേട്ട് നാട്ടുകാരെ എല്ലാരും വിളിച്ചുകൂട്ടി മകള് വയസ്സറിയിച്ചത് ആഘോഷിക്കാൻ ഞാൻ തയ്യാറല്ല. അത് തന്നെയല്ലേ ചേട്ടാ ഞാനും ചോദിക്കുന്നത്. അതെല്ലാം ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അത് അവളുടെ വ്യക്തിപരമായ കാര്യമാണ്. അവൾക്കതിൽ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിനു നിർബന്ധിക്കണം? കുറെ കാര്യങ്ങള് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എന്നിട്ടും നമ്മളത് ചെയ്യാറില്ലേ? എത്രയോ പിള്ളേര് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കും. എന്ന് വെച്ച് നമ്മൾ വെറുതെ ഇരിക്കാറുണ്ടോ? എന്തായാലും നമ്മളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കില്ലേ? തീർച്ചയായും ചെയ്യും. എന്താണെന്ന് പറ. അവർക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച്. ഇതും അങ്ങനെ തന്നെയാ. അവരുടെ ഇഷ്ടം ചോദിച്ചിട്ടൊന്നുമല്ല, നല്ലതാകട്ടെ എന്ന് വിചാരിച്ചങ്ങ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതൊന്നും നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല രാധേ. ആരതി, അമ്മു, അതിഥി ആർക്കും ഇങ്ങനെ ചെയ്തിട്ടില്ല.
ഇപ്പൊ അഞ്ജുവിന് മാത്രം എന്തിനു ചെയ്യണം? അതുകൊണ്ടല്ലേ നിങ്ങളുടെ ആരതി ഭർത്താവിന്റെ വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? രാധേ, നൂറായിരം ശാസ്ത്രങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം അവൾ ഉറങ്ങാനും കുളിക്കാനും പാടില്ല. അവളുടെ അമ്മയെ കാണാനും പാടില്ല. നാളെ 5 സ്വാമിമാരെ വിളിച്ച് അവൾക്ക് ആരതി ചെയ്യണം. കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കണം. അവളെ നല്ലോണം പരിചരിക്കണം. ഇതെല്ലാം നടന്നേ പറ്റൂ. ഞാൻ തന്നെ നിന്ന് ചെയ്തോളാം. കൂടെ നിൽക്കാൻ ഞങ്ങൾ 4 പേരുണ്ട്. വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോ. എന്റെ ചേച്ചി ഭർത്താവിനെ വിട്ട് വന്നതല്ല. ഈ കാര്യത്തിൽ നിങ്ങൾ തലയിടാനും നിൽക്കണ്ട. അഞ്ജുവിന്റെ കാര്യം എങ്ങനെയാ നോക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ വെറുതെ ആ കാര്യത്തിലും തലയിടണ്ട. ഇത്രയും ദിവസം അവധി കിട്ടിയപ്പോ നിങ്ങൾ അവളെ നന്നായിട്ട് നോക്കി. അതിന് ഒരുപാട് താങ്ക്സ്. സംസ്കാരത്തെ പറ്റി സമ്പ്രദായത്തെ പറ്റിയൊക്കെ അറിവ് കൂടുതലായി പോയാൽ ഇതേപോലെ നാക്കിന് നീളം കൂടുതലായിരിക്കും. ഒടുക്കം അത് നിനക്ക് തന്നെ വിനയായി തീരുകയും ചെയ്യും. ആരും ഇവിടെ ഒന്നും പറയണ്ട. വലിയവരായ നിങ്ങൾ ഇവര് പറയുന്നത് ശരിയാണെന്ന് കരുതി അങ്ങ് ചെയ്യ്. നന്നായിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ അങ്ങ് പുകഴ്ത്തണം. ഇതേപോലെ എല്ലാവരെയും വിട്ടിട്ട് നിങ്ങൾ ചെയ്തതാണ് ശരി, നിങ്ങൾ പെരുമാറിയതാണ് ശരി എന്ന് വിചാരിച്ചാൽ നശിച്ചു പോകും. ഛീ. ചേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഇപ്പൊ ആരും ഇങ്ങോട്ട് വരണ്ട. എനിക്കിപ്പോ ആരുടെ സംസാരിക്കാനും മൂടില്ല. പ്ലീസ് ലീവ് മീ അലോൺ. നിന്നെ ആശ്വസിപ്പിക്കാൻ ആരാ ഇവിടെ വരുന്നത്? ഞങ്ങൾ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് തരാനാ. ദാ എടുത്ത് കഴിക്കേ, ഞങ്ങൾ പോയിക്കോളാം. ആരിപ്പോ പറഞ്ഞ ഭക്ഷണം വേണോന്ന്? എനിക്ക് വിശക്കുന്നില്ല. ഇതുകൊണ്ടാ ഞാൻ ആരതിയെ പറഞ്ഞു വിടുന്നതിന് മുമ്പേ കുറച്ചൊന്ന് ആലോചിക്കാൻ പറഞ്ഞത്. ഇതിനെന്ന് വെച്ചാ എന്താലോചിക്കാനാണ്? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കൊന്നും കഴിക്കാനും തോന്നുന്നില്ല. മനസ്സില്ല എന്നല്ല, മനസ്സ് ശരിയല്ല എന്ന് പറ. ഭാര്യ അവളുടെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് നീ സന്തോഷമായിട്ടിരിക്കില്ല എന്ന് എനിക്ക് ഇന്നലെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഇന്നത് എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി പറയും മുത്തശ്ശി. എപ്പോഴും താനാണ് ബ്രില്യന്റ്, താനാണ് ശരി എന്നും പറഞ്ഞാലേ നടപ്പ്. നീ നിന്റെ അമ്മയുടെ വാക്കായിക്കോട്ടെ, വേറെ ആരുടെ വാക്ക് നീ കേൾക്കേണ്ട ആവശ്യമില്ല. നിന്റെ തീരുമാനം നീയാണ് എടുക്കേണ്ടത്. കുടുംബമായാലും ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോഴും എന്റെ തീരുമാനം ഞാൻ തന്നെയാണ് എടുത്തത്. ഇതെന്റെ പേഴ്സണൽ മാറ്ററാ. പക്ഷെ നീ എപ്പോഴാണോ ആരതി അവളുടെ വീട്ടിൽ പറഞ്ഞയച്ചത് അപ്പോൾ മുതൽ അത് നിന്റെ പേഴ്സണൽ കാര്യം മാത്രമായിട്ടല്ല, മുഴുവൻ ഫാമിലിയെയും നീ അതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെയും പ്രമീളയുടെയും ഫാമിലിയെ ചേർത്തിട്ടാണ്. മുത്തശ്ശി, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല. ആരുടെയും വാക്ക് കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ. ഇഫ് യു ഗൈസ് പ്ലീസ് ഗോ ഔട്ട്. എന്നൊന്ന് വെറുതെ വിട്. കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഞാൻ ഇന്നലെ തൊട്ട് നോക്കുന്നതാ. ആരതിയുടെ കാര്യം വിട്ടാലും എനിക്ക് നിന്നെ പറ്റി ചിന്തയുണ്ട്. ഇന്നലെ രാത്രിയും നീ ഒന്നും കഴിച്ചിട്ടില്ല. ചോറ് നുള്ളിപ്പറക്കി ഇരുന്നല്ലേ ഉള്ളൂ. അതെ പ്ലീസ്, എന്റെ മൂഡ് ശരിയല്ല. ഞാൻ ഓക്കെ ആവുമ്പോ കഴിച്ചോളാം. പ്ലീസ് ഗോ. പറ്റില്ല. നീ പറയുന്നത് പോലെ ഒന്നും കേൾക്കാൻ പറ്റില്ല. നീ കഴിച്ചില്ലേ
ഇവിടെ വാ. ഇരിക്ക്. എന്താ അച്ഛാ ഇതൊക്കെ? നമ്മളൊന്നിനും പോവണ്ടെന്ന് വിചാരിച്ചാലും അവര് വെറുതെ വിടുന്നില്ലല്ലോ. എല്ലാരും ഒരുപോലെ ആകുമോളെ, ഓരോരുത്തർക്കും ഓരോ ചിന്ത. ആ കാര്യത്തിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവരുടെ ചിന്താഗതി എന്തിനാ നമ്മുടെ തല വെക്കാൻ നോക്കുന്നേ? അതാ എനിക്ക് ദേഷ്യം വരുന്നത്. എങ്ങനെയാ സംസാരിക്കുന്നേ നോക്ക്. ദേഹമൊക്കെ എരിഞ്ഞു കയറും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളെ, അവര് നമ്മുടെ ബന്ധുക്കാരല്ലേ. ഈ ബന്ധമൊക്കെ ഇത്രയും നാളെ എവിടെയായിരുന്നു അച്ഛാ? നമുക്ക് കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്ന സമയത്ത് ഇവരാരും ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. ഇങ്ങോട്ട് വരാത്തതൊക്കെ ഒരു പ്രാവശ്യം ഫോൺ ചെയ്തെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നല്ലോ. നമ്മൾ എന്താ വിശേഷം അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ഫോൺ ചെയ്താലും എന്തെങ്കിലും സഹായം ചോദിച്ചാലോ എന്നോർത്ത് ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടി. ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വല്യമ്മേ സിദ്ധാർത്ഥേട്ടന് മാത്രം. മോളെ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ എന്നോർത്ത് വിട്ട് കളഞ്ഞേക്ക്. ഇപ്പൊ അങ്ങനെ വെറുതെ വന്നതല്ല അച്ഛാ. ചേച്ചിയെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന വലിയൊരു വീട്ടിലേക്കല്ലേ, അതുകൊണ്ടാ ഇപ്പൊ എല്ലാവർക്കും നമ്മളോട് ഭയങ്കര സ്നേഹം തോന്നിയത്. ഇപ്പൊ നമ്മൾ കുറച്ച് നന്നായിട്ടാ ജീവിക്കുന്നെന്ന് അറിഞ്ഞപ്പോ അവര് തന്നെ വന്ന് അഞ്ജുവിനെ കുറച്ച് സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോയി. ഈ നാടകമൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നാ കരുതി. ചില ആളുകൾ അങ്ങനെ മോളെ, അവരൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ എന്തിനു മാറണം? അവരുടെ എന്ത് സ്വഭാവമാണെങ്കിലും അത് അവരുടെ വീട്ടിൽ മതി. അത് പോരാഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയേണ്ട കാര്യം എന്താ? ആളുകളുടെ അഹങ്കാരമൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല മോളെ. ഒരു ചെറിയ ഉദാഹരണം പറയാം, കേൾക്ക്. ഇപ്പോ 21-22 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചുപോയെന്ന് വിചാരിക്കുക. അപ്പൊ നാട്ടുകാരൊക്കെ വിഷമം പറയും. 3-4 വർഷം കഴിഞ്ഞിട്ടും അവൾ മറ്റൊരു കല്യാണം കഴിച്ചില്ലെങ്കിൽ വീണ്ടും അതേ ആൾക്കാർ തന്നെ പറയും, പാവം കുട്ടി, ചെറിയ പ്രായമാണ്, ജീവിതം ഇനിയും കിടക്കല്ലേ, ഇനി ഒരു കല്യാണം കഴിച്ച തെറ്റൊന്നുമില്ലെന്ന്. പക്ഷെ അതേ കുട്ടി 2 വർഷത്തിൽ വേറൊരു കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുക. അയ്യോ എന്ത് കാലം ഇത്! നോക്ക്, ഭർത്താവ് മരിച്ചിട്ട് 2 വർഷമേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഒരു കല്യാണം കഴിച്ചു. എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇതേ ആൾക്കാർ എന്നെ പാടി നടക്കും. എല്ലാവരും അവരുടെ ചിന്തയ്ക്കനുസരിച്ച് ബാക്കിയുള്ളവർ പെരുമാറിക്കൊള്ളണം എന്നുള്ള ചിന്ത, അത് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ എന്ത് വേണേലും ആയിക്കോട്ടെ, അതൊക്കെ ആര് കേൾക്കാൻ പോകുന്നു? ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും നിന്റെ അമ്മ തീർച്ചയായിട്ടും കേട്ടോളൂ. അമ്മയോ? എനിക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. ഇപ്പൊ രാധ ആരതിയെ പറ്റി പറഞ്ഞിട്ട് പോയില്ലേ, അത് അവളുടെ തലയില് നന്നായിട്ട് കേറിയിട്ടുണ്ടാവും. ഇപ്പോ ഈ ചടങ്ങൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അഞ്ജുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അവള് ധരിച്ചു വച്ചിട്ടുണ്ടാവും. അത് സത്യമാണോ കള്ളമാണോ അങ്ങനെയുള്ള ഒരു കാര്യവും അമ്മ ആലോചിക്കാറില്ല. നമുക്ക് ചടങ്ങൊക്കെ ചെയ്തേക്കാം, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലെന്നും അവള് വാദിച്ചേക്കും. അതും ശരിയാ. അമ്മയോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അത് ദൈവം പറഞ്ഞതുപോലെ അതായിരിക്കും വേദവാക്യം. അമ്മയോട് ഞാൻ തന്നെ സംസാരിച്ചോളാം. അവര് വായി തോന്നിയതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞാ അതൊക്കെ ശരിയാകാൻ പോകുന്നു അമ്മേ. ആരതി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ ധ്രുവ? അവൾ വന്നപ്പോ അവളുടെ കണ്ണി കണ്ണീരുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തന്ന കാരണം എനിക്ക് തൃപ്തിയായില്ല. ഇപ്പൊ രാധയും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മേ, അവരെന്താ ദൈവമാണോ? അവര് പറയുന്നതൊക്കെ സത്യമാകാൻ? അതിനേക്കാളും വലുതായിട്ട് വിക്കിയും എന്റെ ചേട്ടനും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.